ആദ്യമായി തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുകയാണ് ഇവിടെ ഞങ്ങളെ സാക്ഷിയാക്കി നിർത്തുന്നതിന്. എൻ്റെ പേര് അഞ്ജന. ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് സെൻറ്റ് മേരീസ് ചർച്ച് തുരുമ്പി ഇടവാംഗമാണ്. ഇതെൻ്റെ സഹോദരി അഞ്ജലി. ഞങ്ങൾ ട്വിൻ സിസ്റ്റേഴ്സാണ്. ഇതെൻ്റെ അമ്മ മോളി. ഞങ്ങൾക്ക് ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2023 ഞങ്ങളുടെ കുടുംബത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പിന്നെ ഞങ്ങളുടെ വിദേശ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മൂലമാണ് ഞങ്ങൾ ഇവിടെ വരണം, ഇവിടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാതാവിനോട് പങ്കുവെക്കണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി മുഖേനയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞങ്ങളങ്ങനെ അമ്മേനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന് ആദ്യം ആഗ്രഹിച്ചു. കാരണം ഞങ്ങൾ നഴ്സുമാരാണ്. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമൊക്കെ പ്രാർത്ഥന ചെല്ലുവാൻ തടസ്സം വന്നാലും പിന്നെ വിശുദ്ധ കുർബാനയിലുള്ള പങ്ക് കൂടാൻ പറ്റാതെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്മേനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 14, 2023 അമ്മേനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഞങ്ങളും അന്ന് വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പോയി. എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിനൊന്നും ഒരു ഇത് വന്നില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അമ്മേനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകാത്തതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ടും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. ഓഗസ്റ്റ് 8, 9, 10 എന്ന തീയതിയിൽ സൗദി MOH അറ്റൻഡ് ചെയ്യാൻ ഒരവസരം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞു 9-ാം തീയതി ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടിനും 8-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം 9-ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ അവരോട് തീരുമാനം പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ OIT ഒക്കെ പരീക്ഷിച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനത്തിലിരുന്ന് ഞങ്ങൾ 9-ാം തീയതിയാണ് അവരോട് ഡേറ്റ് പറഞ്ഞത്. പക്ഷേ ആ ഡേറ്റ് അവർ ഫിക്സ് ആക്കിയായിരുന്നു. 2 ദിവസം മുമ്പ് അവർ പറയുകയാണ് നിങ്ങൾ 8-ാം തീയതി തന്നെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. 9 ക്യാൻസലായി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞങ്ങൾ 8, 9 ഡേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ലീവ് കിട്ടിയിരുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടിനും ഒരിക്കലും ലീവ് ഒന്നിച്ച് ഉണ്ടാകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ഞങ്ങളോട് പറയുന്നത് പോലെ തോന്നി, നിങ്ങൾ 8-ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായതിന് ശേഷം ഇവിടെ വന്ന് 9-ാം തീയതി വന്ന് നന്ദി പറഞ്ഞതിന് ശേഷം ഉടമ്പടി എടുക്കാൻ എന്നുള്ള തീരുമാനത്തിൽ. അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ സാധിച്ചു. അന്ന് തന്നെ വൈകിട്ട് ഞങ്ങളിവിടെ വരികയും മാതാവിനോട് ഒരുപാട് നന്ദി പറയുകയും ചെയ്തു. ഞങ്ങൾ അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനുകൊണ്ട് പിറ്റേ ദിവസം 9-ാം തീയതി ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചുള്ളൂ. അവർ പറഞ്ഞു കുടുംബത്തിലെ ഒരാൾ, നിങ്ങൾ 2 ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരാളായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാൻ അങ്ങനെ ഓഗസ്റ്റ് 9-ാം തീയതി 2023 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ മോർണിംഗ് ഈവനിങ് ആണെങ്കിലും ഞങ്ങൾ പരമാവധി പള്ളിയിൽ പോകാൻ ശ്രമിച്ചിരുന്നു. നൈറ്റ് മാത്രം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ഒരവസരം കിട്ടിയിരുന്നില്ല. പിന്നെ ആഴ്ചയിലെ കുമ്പസാരവും ബൈബിൾ വായനയും സാക്ഷ്യവും ധ്യാനവും എല്ലാം ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം വളരെ സ്പീഡിൽ നടന്നു. അപ്പോൾ ഞങ്ങളുടെ ഏജൻസി വേഗം പോകാൻ പറ്റുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ മെഡിക്കലിന് ശേഷം ഭയങ്കര താമസം, വിസ വരാൻ കുറേ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ പിന്നെയും സങ്കടത്തിൽ കുറേ നാളിങ്ങനെ വീട്ടിലിരുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി അതിനിടയ്ക്ക് പുതുക്കുകയും 2 പ്രാവശ്യം പുതുക്കുകയൊക്കെ ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
എൻ്റെ വിസ ഓഗസ്റ്റ് 9, 2024 വരികയും ഈ 16-ാം തീയതി ഞാൻ സൗദിയിലേക്ക് പോവുകയും ചെയ്യുവാണ്. ഇവളുടെ വിസ ടിക്കറ്റും വരാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുതരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, അമ്മയുടെ കൈയുടെ ഒരു മുഴയുണ്ടായിരുന്നു. ഇടത് കൈയിൽ ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വേദനയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം വെച്ച് അത് പ്രാർത്ഥിക്കുമായിരുന്നു ഡെയിലി. അതിൻ്റെ ഫലമായിട്ട് അത് അമ്മ തന്നെ അറിയാതെ അത് പോവുകയും വേദന കുറയുകയും അമ്മയ്ക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ മൂന്നാമത്തെ അമ്മയ്ക്ക് തന്നെ പിന്നെ കാലിൻ്റെ വെരിക്കോസ് വെയിൻ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അത് മൂലം പള്ളിയിൽ പോകാനോ ഒന്നിനും ഒരു നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ അത് തൈലം തേച്ച് ഡെയിലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കിപ്പം പള്ളിയിൽ പോകാനും എല്ലാ ജോലിയും ചെയ്യാനും സാധിക്കുന്നുണ്ട്. അമ്മ ഡെയിലി 20 മിനിറ്റ് നടന്നാണ് പള്ളിയിൽ പോകുന്നത്. പിന്നെ ചേട്ടായിക്ക് ഏപ്രിൽ 10 ഒരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ചേട്ടായിയുടെ വലത് കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാശിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് പലരിലൂടെ ഞങ്ങൾക്ക് ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശ് തരികയും ഉടമ്പടി തൈലം ഡെയിലി ആ സർജറി സൈറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കംപ്ലീറ്റ് മാറുകയും ചെയ്തു. സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി 2 ദിവസത്തിന് ശേഷം ചേട്ടായി ഇങ്ങനെ മയങ്ങുമായിരുന്നു. അപ്പം മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായി ഇങ്ങനെ ഉറങ്ങിക്കണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് അമ്മേനെ വിളിക്കുകയും അമ്മയോട് പറയുകയും ചെയ്തു. എന്നോട് മാതാവ് പറയുകയാണ്, കൃപാസന മാതാവ് പറയുകയാണ് എണീറ്റ് നടക്കുവാൻ. അതുവരെ ചേട്ടായിക്ക് കാലനക്കുവാനോ ഭയങ്കര കാലിന് വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മ കൈ പിടിച്ചു, വേഗം ചേട്ടായിയുടെ കൈ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയപ്പം ചേട്ടായി പറഞ്ഞു, വേണ്ട, എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടായി തന്നെ ആരുടെയും സഹായം കൂടാതെ സർജറി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടായി തന്നെ 2 സ്റ്റെപ്പ് നടക്കുകയും ചെയ്തു. അതേ പിന്നെ വേദനയോ കാല് ഇങ്ങനെ മൂവൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഡെയിലി തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചേട്ടായി നടക്കുവാനും വണ്ടി ഓടിക്കുവാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പയുടെ ഒരു സാക്ഷ്യമാണ് അടുത്തത്. പപ്പയ്ക്ക് ഒരു ദിവസം TV കാണുന്നതിൻ്റെ സമയത്ത് വേഗം ചെസ്റ്റ് പെയിൻ വരികയും അങ്ങനെ അത് പോകാതെ ഇങ്ങനെ കണ്ടിന്യൂസ് നിലനിൽക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്കൊരു ഭയങ്കര ഭയമായിരുന്നു. കാരണം മുമ്പ് പപ്പയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ ECG എടുത്തപ്പോൾ കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പപ്പ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു ഭയമായിരുന്നു, ഇനിയിപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോവോ ഇല്ലയോ എന്ന്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉപ്പ് പപ്പയ്ക്ക് കഴിക്കാൻ കൊടുക്കുകയും കാശ് രൂപം വെച്ചൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പം ECG എടുത്തപ്പോൾ അതിലെല്ലാം നോർമലായിരുന്നു. പിന്നെ അവരോട് ഡോക്ടറിനോട് കാര്യം പറഞ്ഞ് പപ്പ മരുന്ന് ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ല. അതും പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഒരു പ്രസൻസ് ആയിരുന്നു. അതിന് ഒരുപാട് മാതാവിന് നന്ദി പറയുകയാണ്. പിന്നെ പപ്പയ്ക്ക് ഈ 2 ദിവസം മുമ്പ് ഒരു വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പപ്പയോട് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. പക്ഷേ ആര് പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അമ്മയോനെ ഞങ്ങളെ ഏൽപ്പിച്ചു. ആ മാതാവിൻ്റെ ഉപ്പ് കൊടുത്താൽ മതി, അത് കംപ്ലീറ്റ് മാറിക്കോളും. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉപ്പ് പപ്പയ്ക്ക് കൊടുക്കുകയും
അത് 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് മാറുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. അതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. അതിനും പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസന പത്രം ഡെയിലി എല്ലാ മാസവും വരുത്തുമായിരുന്നു, 3 കെട്ട് വെച്ച്. അങ്ങനെ ഞങ്ങൾ 3 കൂടെ ഒന്നിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി ആ രോഗികളെ കണ്ട് അവരോട് കുറച്ച് നേരം സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരോട് കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ തലേദിവസം, അതായത് കൊടുക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം തന്നെ എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നേരത്തെ വെക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടായിരുന്നു പത്രം കൊടുത്തിരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ പരമാവധി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓട്ടോക്കാർക്കും കടയിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ കൃപാസനം പത്രം കൊടുക്കാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതപ്പോൾ അവിടെ ഒരു സിസ്റ്ററിനെ ഞങ്ങൾ കണ്ടുമുട്ടി. അതായത് ഞങ്ങളുടെ കയ്യിലെ പത്രങ്ങളെല്ലാം തീർന്നു, എന്നിട്ടും രോഗികൾ കൂടുതൽ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി അഞ്ജലി അവൾ പറഞ്ഞു, നമുക്ക് പത്രം തീർന്നാലും ബാക്കി രോഗികളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ബാക്കി പത്രം ഇല്ലാതെ തന്നെ രോഗികളെ പോയി കാണാൻ പോയി. അപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റർ അവർ പറയാണ്, ഞങ്ങൾ 3 കൂടെ ഒന്നിച്ച് ചെന്നപ്പോൾ ഒരു കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് വന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ അന്നേരപ്പോൾ ഉണ്ടായിരുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൊന്തകൾ ആ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചായിരുന്നു. ഒരു നിറത്തിലുള്ള ഒരു വസ്ത്രമിട്ട സിസ്റ്ററായിരുന്നു അത്. ആ സിസ്റ്ററിനെ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ സിസ്റ്റർ പറയാണ്, നിങ്ങൾ പുറത്തുനിന്ന് കയറി വന്നപ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൊന്തകൾ നേരെ ഇട്ടിട്ടാണ് കയറ്റി വന്നത്. അതും കൂടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തന പത്രം കൊടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഒരു 5 പേർക്കുള്ള ഫുഡായിരുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൃദ്ധസദനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ഒരു ചെമ്പേരി കരുണാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃദ്ധസദനം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒരാഴ്ചയൊക്കെ പോയി നിന്ന് അവിടെ അവരോട് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കും, സാക്ഷ്യം കേൾക്കും, അച്ഛൻ്റെ ധ്യാനം കേൾക്കും. പറ്റുന്ന പോലെ കുർബാനയിൽ പങ്കുകൊള്ളും. ഞങ്ങൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ പരമാവധി ശ്രമിക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി അനുഗ്രഹമാകുന്നത് വിശേഷവിധിയാൽ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. കഴിഞ്ഞ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, ഉടമ്പടിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തു ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായിട്ട് ലഭിക്കുന്നതെന്ന്. ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോഴും ഈ മക്കളും നമ്മളോട് പറയുന്നത് തന്നെയാണ്, വിശേഷവിധിയാൽ കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് അവർ തയ്യാറായപ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്. കൂടുതൽ വിശുദ്ധിയോടും വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ ഒരു വ്യക്തി ഒരുങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം കൃപാപൂരിതമാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.